ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. ഇടതടവില്ലാതെ യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധം തീർച്ചയായും കൈവിട്ടു പോകും എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഇറാനെ ഗാസയാക്കാൻ അന്യരാജ്യങ്ങൾ അനുവദിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് സമാശ്വസിക്കാം. പല രാജ്യങ്ങളുടെയും ഇടപെടൽ ഉണ്ടായേക്കാം. ഈ പറഞ്ഞതൊക്കെ സാധാരണ ലോകജനതയുടെ പച്ചയായ തോന്നലുകളാണ്. എന്നാൽ പരമാവധി നാശം വിതയ്ക്കാൻ വളരെ വേഗം ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കുവാൻ തക്കവണ്ണം ആയുധങ്ങൾ ഇറാന് ചുറ്റും നിരത്തിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആന കരിമ്പിൻകാട്ടിൽ കയറിയ പോലെ ഇറാനെ വിനാശകരമാക്കുവാൻ ലോകത്തിനു മുൻപിൽ അവർ ഏതറ്റം വരെയും പോകും. അതിനുള്ള നയതന്ത്രം അവർ നേരത്തെ തന്നെ കരുപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. കുറെ കാലമായി ലോകജനം അംഗീകരിച്ച് തലപ്പത്ത് നിർത്തിയിരുന്ന നരേന്ദ്രമോദിയെയും 150 കോടി ജനത്തെയും അവർ കൂച്ചുവലം കിട്ടും. സോവിയറ്റ് റഷ്യ പെട്ടുകിടക്കുകയാണെന്ന് പണ്ടേ മനസ്സിലാക്കിയ ട്രംപ് പുടിനെ പരിഗണിക്കുന്നതേയില്ല. പുടിൻ മറ്റൊരു യുദ്ധക്കളത്തിലാണല്ലോ. ചൈനയെ സംബന്ധിച്ച് ലോകരാഷ്ട്ര ജനങ്ങളോ അവരുടെ നന്മയെ കാക്ഷിക്കുന്ന സിദ്ധാന്തങ്ങളോ ഉള്ളവരല്ല. ഇന്നുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വില കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കി ലോക വിപണിയിൽ എത്തിച്ച് ലാഭം കൊയ്യുന്ന പ്രക്രിയ മാത്രമാണ് അവർ ചെയ്യുന്നത്. അനവധി കടൽ തീരങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ കടൽ വിഭവങ്ങളും സ്വന്തമാക്കുക മാത്രമാണ് ഏറ്റവും വലിയ രാജ്യമെന്ന ചൈന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിലിപ്പൈനും തായ്വാനും ശ്രീലങ്കയും ജപ്പാൻ ദ്വീപ സമൂഹങ്ങളും ഹിമാലയൻ സാനുക്കൾ വരെയും അവർ മിലിറ്ററി പവർ കൊണ്ട് ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. പുടിനും ചൈനയും ഒരേ ദിശയിലാണ്. യുദ്ധക്കളത്തിൽ നിന്നും കരകയറാത്ത പുടിൻ എങ്ങനെ സമാധാനം പറയാൻ മറ്റൊരു വേദിയിലെത്തും? ചൈനയുടെ ഏകദേശ സ്വാർത്ഥപരമായ മനോഭാവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപും നെതന്യാഹുവും ഈ യുദ്ധം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഹമാസിൻ്റെ പേരിൽ പാലസ്തീനിലെ ഗാസയുടെ ഗതിയിലേക്ക് ഇറാനെ കൊണ്ടുവന്നെത്തിക്കുവാൻ ട്രംപും കൂട്ടരും അടിസ്ഥാന കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഇസ്ലാമിസമാണത്. ബൈബിളും ഖുറാനും ഉണ്ടായ കാലം മുതലുള്ള ഇസ്ലാമിസ്റ്റ് ക്രൈസ്തവ വിരോധങ്ങൾക്ക് സമാധാന തീർപ്പ് കൽപ്പിക്കൽ പ്രക്രിയ എന്ന് പറയുന്നതിനെയാണ് ഏതാണ്ട് 3000-ഓളം വർഷങ്ങളായി നടന്നു എന്ന് കരുതാവുന്ന 12,000-ഓളം യുദ്ധങ്ങൾക്കൊടുവിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ യുദ്ധം. ഇതിനെ യുദ്ധം എന്ന് പറയാനാവില്ല. വെറും 2 ഗോത്രവർഗങ്ങളുടെ തമ്മിലടി മാത്രമാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഈ തമ്മിലടിയെ ഇപ്പോൾ നിസ്സാരമായി കണ്ടാൽ മതി. കുറച്ച് പട്ടാള മേധാവികളെയോ കുറച്ച് മതമേധാവികളെയോ കുറച്ച് ദേവാലയങ്ങളെയോ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഈ പ്രയാണം യുദ്ധത്തെ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. പക്ഷേ യുദ്ധകാരണങ്ങൾ അവസാനിക്കുകയില്ല. ഭീകരമായ സുനാമി പോലെ യുദ്ധം വീണ്ടും വരും. അപ്പോൾ ജനങ്ങൾ കരയും, കൂട്ടക്കരച്ചിലുണ്ടാവും, പലായനത്തിന് വയ്യാതെ വരും, പോകാൻ ഇടമില്ലാതെ വരും. ഉന്മൂലനമായിരിക്കും വരാൻ പോകുന്നത്. അതെങ്ങനെ ആയിരിക്കുമെന്ന് വ്യത്യസ്തൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ആരും പറയാത്ത ചില കാര്യങ്ങൾ. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.